ഒരു ഇൻട്രോ വേണം. ആൾറെഡി എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇന്റർനാഷണൽ ലെവലിൽ എടുത്തു വെച്ചൊരു മൂവിയെ അതിലെ ഒരു പോർഷൻ, ഇന്ത്യയിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്ന ഒരു പോർഷൻ, അത് അവരുടെ ഇഷ്ടത്തിൽ അവർ പ്രസന്റ് ചെയ്തതിനാണ് ഈ പ്രശ്നം മുഴുവൻ. ഈ CID മൂസയിലെ കറക്റ്റ് സാധനം ഉണ്ടല്ലോ, ഞാനാ ഇത് എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്, ഇത് എന്നെ തന്നെ ഉദ്ദേശിച്ചാണെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. സിനിമയുടെ ആദ്യം എഴുതി വെച്ചിട്ടില്ലേ ഈ കഥയും കഥാപാത്രങ്ങളും ഫിക്ഷണലാണ് എന്നുള്ളത്, നല്ല വെണ്ടയ്ക്ക് എടുക്കാൻ പറ്റാത്തവരുടെ പ്രശ്നമാണ്. ഇവിടെ പേടിച്ചിട്ടായിരിക്കും. നാഷണൽ ഏജൻസി ഒക്കെ വീട്ടിലൊക്കെ വരും. ഒരു IPS ഓഫീസർ ഇന്നും ജയിലിൽ കിടക്കുകയാണ്. നാഷണൽ ഏജൻസി വരും, ഇനി കൊല്ലുവോ, ഇനി അടുത്തത് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റുമോ, ഇതൊന്നും അറിഞ്ഞൂടാത്തൊരു സിറ്റുവേഷനിലൊക്കെ ആക്കി കഴിഞ്ഞാൽ പെട്ടുപോയില്ലേ? പിന്നില്ലാതെ. അപ്പൊ എന്തായാലും ലൂസിഫർ 2 എമ്പുരാൻ മൂവിയെ പറ്റി ഇപ്പൊ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ചെറിയ റാൻഡം ടോക്കാണ് ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ എപ്പിസോഡ് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അല്ലേ? വെൽക്കം ടു ദ ഷോ. Guys, welcome to Anthropan Talkies. One mic, one vibe, straight up back. Talk, chill. സോ വെൽക്കം ബാക്ക് ടു ആൻഡപ്പൻ ടോക്കീസ് പോഡ്കാസ്റ്റ്. ഇന്നിപ്പോൾ റാൻഡം ടോക്സ് എന്നുള്ള ഇതിനകത്ത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്ത് വിഷയത്തെ പറ്റിയിട്ടാണ്? അതെ, ലൂസിഫർ 2 എമ്പുരാൻ. അതെ, എമ്പുരാൻ. കാരണം എനിക്കൊരു ഗുണമുണ്ടായി, എൻ്റെ യൂട്യൂബ് ചാനലിനകത്ത് ഒരു കവർ സോങ് ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു, എല്ലാന്തം. അപ്പോൾ അത് 25K വ്യൂസ് വന്നു. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി. എക്സ്പെക്ടേഷൻ വെച്ചിട്ട് ചെയ്തൊരു സാധനമല്ല, റോ ആയിട്ട് ജസ്റ്റ് തലേ ദിവസം രാത്രി പ്ലാൻ ചെയ്യുന്നു, ഓക്കെ നാളെ പോയി ഒരു ഇതെടുക്കാം, കവർ സോങ് ചെയ്യാം എന്ന് പ്ലാൻ ചെയ്യുന്നു. അടുത്ത ദിവസം പോകുന്നു, റെക്കോർഡ് ചെയ്യുന്നു, അതിന്റെ അടുത്ത ദിവസം അതിനെ എഡിറ്റ് ചെയ്തിട്ടിട്ടു. പക്ഷെ നമ്മൾ അതിനെ കുറിച്ചൊന്നും അല്ല പറയാനായിട്ട് ഇവിടെ വരുന്നത്. അപ്പോഴത്തേക്ക് നിങ്ങൾ എന്തായാലും ആ പാട്ടൊന്നും പോയി കേൾക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതാദ്യം ചെയ്തോട്ടാ, എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വരാം. ഓക്കെ, ഞാൻ ഇപ്പം അതിനകത്തൊന്നും പറയുന്നില്ല. പക്ഷെ എന്തായാലും എമ്പുരാൻ മൂവിയെ പറ്റി ഇപ്പോൾ ഒരുപാട് ചർച്ചകൾ പൊക്കോണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് സ്പെഷ്യലി ആ ചർച്ചകളിൽ എല്ലാത്തിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൂവിയുടെ പല പോർഷൻസിനെയും ഇനി എഡിറ്റ് ചെയ്ത് ബീപ്പ് ചെയ്തുകൊണ്ടായിരിക്കും വരിക എന്നുള്ളതാണ് ഇപ്പം നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന അപ്ഡേറ്റ്. ഭാഗ്യത്തിന് നമുക്ക് എന്തായാലും ആദ്യ ദിവസം തന്നെ കാണാൻ പറ്റി. ആൻഡ് ഞാൻ കണ്ടിറങ്ങിയ ആദ്യ നിമിഷം ഞാൻ ഇവളോട് പറഞ്ഞിട്ടുള്ള ഡയലോഗ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ചോദിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എന്തോന്നട, ഇത് BJP-ക്കാരോ അല്ലെങ്കിൽ കണ്ടില്ലേ? കാരണം സെൻസർ ബോർഡിൽ അത്രയും മണ്ടന്മാരാണ് ഇരിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒന്നില്ലെങ്കിൽ അവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കണം ഇതെല്ലാം എല്ലാവരും കാണണമെന്നുള്ളത്. ഇതിനൊരു വലിയ കാര്യമുണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം അതിനു മുമ്പ് എനിക്കറിയാം, സിനിമ ഇപ്പോൾ ഒരുപാട് പേര് കാണാനായിട്ട് തിക്കും തിരക്കിലും ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ലാലേട്ടനും അതിനെ മറ്റുള്ളവരും സോറിയൊക്കെ പറഞ്ഞുകൊണ്ട്, പൃഥ്വിരാജ് സോറി പറഞ്ഞതായിട്ടൊന്നും എനിക്ക് പേഴ്സണലി തോന്നിയില്ല. അതൊന്നും ജസ്റ്റ് ഷെയർ ചെയ്തു, ബിക്കോസ് ഇറ്റ്സ് പാർട്ട് ഓഫ് എ ടീം വർക്ക്. അപ്പം അതുകൊണ്ട് പുള്ളിക്ക് ചെയ്യണം, അത്രയേ ഉള്ളൂ. അല്ലാതെ അതിനകത്തൊരു സോറി ഉണ്ടെന്നൊന്നും ഞാൻ കാണുന്നില്ല. ലാലേട്ടന് സോറി പറയാതിരിക്കാൻ പറ്റില്ല, അതങ്ങനെയാണ്. സോറി പറഞ്ഞിപ്പോൾ നമുക്കറിയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ സെൻസർ ബോർഡും ഇടപെട്ടു എന്നാണ് കേൾക്കുന്നത്. ഇടപെട്ട് നാളെ വൈകുന്നേരം എല്ലാവരുടെ കയ്യിലും പുതിയ വേർഷൻ ആയിരിക്കും കിട്ടുക. മറ്റന്നാൾ മുതൽ പുതിയ വേർഷൻ ആയിരിക്കും. ഇന്നിപ്പോൾ ഞാൻ ലാസ്റ്റ് ന്യൂസ് കണ്ടപ്പോൾ അങ്ങനെയാണ് കാണാൻ പറ്റിയത്. അപ്പോൾ പുതിയ വേർഷൻ ആയിരിക്കും വരിക എന്നുള്ളതൊക്കെയാണ് ഇപ്പൊ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റ് കേട്ടോ. അപ്പൊ എനിക്ക് ഇതിനകത്ത് പേഴ്സണലി തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്താ പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ എല്ലാവരുടെയും വാദം എന്താണെന്നറിയോ, ഇതിന്റെ ഒരു സൈഡ് മറച്ചു വെച്ചാണ് ഇതിന്റെ കഥ ചെയ്തത്. അപ്പൊ ഇവരെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ചെയ്തത് ആണെന്ന് തന്നെ കൂട്ടിക്കോ. ആണല്ലോ. ഈ മറ്റേ ഇതില് നമ്മുടെ റിപ്പോർട്ടറിനകത്ത് ചർച്ചയ്ക്കകത്ത് എല്ലാ ന്യൂസിലും ഓൾമോസ്റ്റ് ചർച്ചയിൽ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ സെയിം സംഭവമാണ്. ഇത് കാണുമ്പോഴത്തേക്ക് ഞാനാണ് ഇത് എന്നെ മാത്രം ഉദ്ദേശിച്ചാണെന്ന് CID മൂസയിലെ ഡയലോഗ് ജഗതി പറയുന്ന പോലെ എടുത്തു വെച്ച് കാച്ചി കൊടുത്ത് അവർക്കൊരു അവസരം ഉണ്ടാക്കി കൊടുത്തു ആൾക്കാർക്ക്. ഞാൻ ഇതിന് മുന്നത്തെ കാര്യത്തിലും ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു ഡയലോഗാണ്, പൃഥ്വിരാജും മുരളി ഗോപി എന്ന് പറയുന്നത് ഈ ചാണകം തീനീസ് അല്ല. ഓക്കെ, അവർക്ക് കൃത്യമായിട്ട് അറിയാം. എല്ലാവരും പറയുന്ന 1025 മിനിറ്റ് അവർ ഹിന്ദിയിൽ, അതായത് തമിഴ്നാട്ടിൽ വേണമെന്നുണ്ടെങ്കിൽ തമിഴിൽ ഇറക്കായിരുന്നു, നമ്മുടെ ഇവിടെ മലയാളത്തിൽ ഇറക്കായിരുന്നു. വളരെ ഈസിയാണ്, ഏത് ലാംഗ്വേജിലും ഈസി ആയിട്ട് അവർക്ക് ഇറക്കായിരുന്നു. അപ്പോഴും ഞാൻ ആലോചിച്ചു, എന്തിനാണ് ആദ്യത്തെ ഒരു 25 മിനിറ്റോളം ഉള്ള സീൻസും ഹിന്ദിയിൽ തന്നെ ഇറക്കിയത്? കാര്യം, നിൻ്റെയൊക്കെ കുട്ടിക്കാലവും എൻ്റെയൊക്കെ കുട്ടിക്കാലത്തും ഒക്കെ ഗുജറാത്ത് അറിയപ്പെട്ടിരുന്നത് എന്തിനാണെന്നൊന്ന് ആലോചിച്ച് നോക്കുക.
അത് അല്ല, എനിക്ക് കഷ്ടപ്പെട്ട് ബേസിക്കലി എനിക്ക് ഇതിനെ പറ്റി അറിഞ്ഞൂടാത്ത ഒരാളായിരുന്നു. ഇതിന് ശേഷമാണ് എനിക്ക് ശരിക്കും ഇതിനെ പറ്റി അറിവ് കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ പഠിച്ച സിലബസ് ICSE ആണ്. അപ്പൊ അതിനകത്ത് അധികം ഇതിനെ പറ്റിയിട്ടുള്ള നമ്മുടെ ടെക്സ്റ്റിനകത്തൊന്നും ഹിസ്റ്ററിക്കകത്തൊന്നും ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് ശരിക്കും ഗുജറാത്ത് എന്ന് പറഞ്ഞ ആലോചിക്കുമ്പോഴത്തേക്ക് മറ്റേ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ കുറെ പരസ്യം വരുന്നുണ്ട്, ഗുജറാത്ത് അഡ്വർടൈസ്മെന്റ്, മറ്റേ ട്രാവൽ ടൂറിസത്തിന്റെ ഒക്കെ അഡ്വർടൈസ്മെന്റ്, അമൂല്യ സാധനമൊക്കെയാണ് ഗുജറാത്തിന്റെ ഒരു സൂര്യയുടെ ഒരു മൂവി ഉണ്ടായിരുന്നില്ലേ, സൂര്യയും യശോയിലേക്ക് അവർ രണ്ടുപേരും ഇതായിട്ട് മീൻസ് മറ്റേ കൺജോയിന്റ് ട്വിൻസ് ആയിട്ട് വരുന്ന ഒരു സിനിമയുണ്ട്. അതിന്റെ അകത്ത് ഈ പാൽപ്പൊടി ഉണ്ടാക്കുന്ന ഒരു സംഭവം, അതിന്റെ അകത്ത് ഗുജറാത്തിനെ പറ്റി മെൻഷൻസ് എന്തൊക്കെയോ ഉണ്ട്. അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ട്. അപ്പൊ എനിക്ക് എനിക്ക് അതല്ലാതെ ഓക്കെ ഒരു എന്താ പറയാ, മോദി ഭരിച്ചിരുന്ന കാലത്തെ സംഭവം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ അറിയാം. അത്ര ഒരു എന്താണ് എന്തുവാ ആ ഒരു വെള്ള പൂശി വെച്ചേക്കുന്ന അറ്റയർ അല്ല എന്നുണ്ടെങ്കിലും കുറച്ചൊക്കെ പ്രശ്നങ്ങളുണ്ട്, ഭയങ്കരമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെന്നുള്ളത് അറിയാം. പക്ഷെ ഈ ഒരു പെർട്ടിക്കുലർ ഇഷ്യൂവിനെ പറ്റിയോ ഇങ്ങനെയുള്ള സംഭവത്തെ പറ്റിയോ ഒക്കെ എന്റെ ഒരു അതെ, കാരണം ഞാൻ ജനിച്ച 2002-ലാണ് ഈ സാധനം വരുന്നത്. അപ്പൊ ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എതിർക്കാൻ പറ്റുമോ? എതിർക്കാൻ പറ്റില്ല. കാരണം ഇന്ത്യ മുഴുവനും അല്ല, ലോകം മുഴുവനും ഈ പടം ഹിന്ദിയിൽ റിലീസ് ചെയ്യിപ്പിച്ചു. ഹിന്ദിയിലും മലയാളത്തിലുമായിട്ടും ആ പോർഷൻ എസ്പെഷ്യലി ഹിന്ദിയിലും റിലീസ് ചെയ്യിപ്പിച്ചു. ആൻഡ് ആ വില്ലന്റെ പേരെന്ന് പറയുന്നത് ഡയറക്റ്റ് ഹിറ്റാണ്. ഇനി എത്ര ഇൻഡയറക്റ്റ് ആണ്, അതാണ് മാങ്ങയാണ് തേങ്ങയാണെന്ന് പറഞ്ഞാലും ബാബ് ബജറംഗി എന്ന് പറയുന്ന ആരെയാണ് ലക്ഷ്യം വെച്ചതെന്നുള്ളത്, ബാബ ബജറംഗി എന്ന് പറയുന്നത് ആരെയാണ് ലക്ഷ്യം വെച്ചതെന്നുള്ളതിന് മനസ്സിലാക്കാൻ ഇനി നമുക്ക് മറ്റേ എന്താ 2 PGയോ അല്ലെങ്കിൽ ഒരു ഡിഗ്രിയോ അതിന്റെ ആവശ്യമില്ല. ഡയറക്റ്റ് ഹിറ്റാണ് ഈ സംഭവം. ഒന്ന് പോയി ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് സാധനം എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മോദി ഇത് ചെയ്തു എന്ന് പറഞ്ഞു, മോദി സമ്മതിച്ചിട്ടാണ് ഈ സംഭവം നടന്നത് എന്ന് പറഞ്ഞ റിലീസ് ആയതെന്നും അല്ലല്ല, അതല്ലേ പറയാൻ വന്നത്. മോദിയുടെ ഹെൽപ്പോട് കൂടിയാണ്, മോദി അലോ ചെയ്തിട്ടാണ് ഹിന്ദുസിന്റെ ഹിന്ദുസിന്റെ മെക്കിട്ടേറാൻ മുസ്ലിംസിനെ സമ്മതിക്കരുത് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെന്റ് മോദി ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു മീറ്റിംഗിൽ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ്, ആൻഡ് ഹിന്ദു ഷുഡ് ബി അലൗഡ് ടു വെൻ ദെയർ ആങ്കർ എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ സഞ്ജയ് ഭട്ട് എന്ന് പറയുന്ന ഒരു IPS കാരൻ, പുള്ളിക്കാരൻ ഇപ്പൊ ജയിലിലാണ്. ഇതിനകത്ത് ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുള്ള ഒരുപാട് പേര് അവര് ബേസിക്കലി ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്യുമ്പോ തന്നെ ഈ സാധനം മൊത്തം നമ്മുടെ മുമ്പിലേക്ക് അടിച്ചു കയറി വരികയാണ്. ഇപ്പൊ ഇതിലിപ്പോ സംഭവം ഉണ്ടായിരുന്നു, കേരളത്തിലെ BJP സപ്പോർട്ടേഴ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സംഘി എന്നറിയപ്പെടുന്ന ആൾക്കാരെല്ലാം പറയുന്നത്, ഞങ്ങൾ സിനിമയുടെ ഈ സാധനം മാറ്റി. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഞാൻ ബേസിക് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെയുള്ളൊരു സാധനം എസ്പെഷ്യലി ഇപ്പോഴത്തെ തലമുറയുടെ മുമ്പിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ശരിക്കും സംഭവിച്ചിട്ടുള്ളത്, വാട്ട് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ് എന്നുള്ള കാര്യം ഗൂഗിളിലെങ്കിലും സെർച്ച് ചെയ്ത് നോക്കാതിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു കൺഫേം ആയിട്ടും ഇപ്പൊ തന്നെ നോക്കി ഗുജറാത്ത് കലാപം എന്താണെന്നും മോദിക്ക് എന്തുകൊണ്ട് USA-യിലും UK-യിലും ഫ്ലൈ ചെയ്യാനുള്ള പെർമിഷൻസ് ഇല്ലായിരുന്നു എന്നുള്ളതും പ്രൈം മിനിസ്റ്റർ ആയി കഴിഞ്ഞിട്ടാണ് ഇത് കിട്ടിയെന്നുള്ളതും ഇതെല്ലാ കാര്യങ്ങളും ഇപ്പൊ എന്തായാലും പുറത്തു വന്നിട്ടുണ്ട്. ഇതിനിടയിൽ വേറൊരു കാര്യം ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ ഡൽഹി പോയപ്പോ തീൻമൂർത്തി ഭവനിലൊക്കെ പോയത് ഓർമ്മയുണ്ടോ? കംപ്ലീറ്റ് സാധനം ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹിസ്റ്ററി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നല്ല, ഒരു പരിധി വരെ അവർ ഹിസ്റ്ററി ചേഞ്ച് ചെയ്തു. കാരണം പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്സിലാണ് ഏറ്റവും ഫസ്റ്റ് ഹിസ്റ്ററി സാധനം രജിസ്റ്റർ ആവുന്നത്. ആ സാധനങ്ങൾ മൊത്തം NCERT സിലബസിൽ നിന്ന് എടുത്ത് മാറ്റി. ഇപ്പം ICSE സിലബസിന്റെ കാര്യം എന്തോന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ NCERT സംഭവം എടുത്ത് മാറ്റി എന്നുള്ളത് അത് ഭയങ്കര ന്യൂസ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു, നമ്മളെല്ലാവരും അറിഞ്ഞ കാര്യമാണ്. ഇതെല്ലാം മാറ്റിയിട്ട് ഫുള്ള് ഗോമൂത്രവും ചാണകമൊക്കെ ചേർത്ത് വെച്ചിട്ടുള്ള കലക്കി വെച്ചിട്ടുള്ള ഒരു സാധനം കൊണ്ടുവച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തീൻമൂർത്തി ഭവന് ചെല്ലുമ്പോഴത്തേക്ക് തീൻമൂർത്തി ഭവനകത്ത് ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ മാറ്റി കംപ്ലീറ്റ്ലി BJP സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഇമേജ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഗോഡ്സെ ഒക്കെ ഇനിയിപ്പോ കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്ക് ഗാന്ധി ആയിരുന്നില്ല, ഗോഡ്സെ ആയിരുന്നു രാഷ്ട്രപിതാവെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയുമായിരിക്കും. ആ തോന്നിപ്പിക്കുന്ന സെറ്റപ്പിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴല്ല, they just building it. ആ സമയത്താണ് ഇതുപോലൊരു സിനിമ വന്ന് വീഴുന്നത്. അപ്പം മുരളി ഗോപി, പൃഥ്വിരാജ്, മോഹൻലാൽ ഈ കൂട്ടുകെട്ട് ഇവരാരും ഇത് അറിയാതെ ഇങ്ങനെ ഒരു പടത്തിൽ ഇത്രയും സീൻസ് ഒക്കെ വന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചാണകം കഴിക്കുന്നവർ വിശ്വസിക്കുമായിരിക്കും, പക്ഷെ അരി ഭക്ഷണം കഴിക്കുന്നവരാരും വിശ്വസിക്കില്ല. എനിക്ക് തോന്നുന്നില്ല, ഇവരാരും അറിഞ്ഞില്ല, ഇവര് പ്രശ്നം വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഇതൊക്കെ
ചുമ്മാ പിന്നെ എല്ലാരും പറയുന്ന വേറൊരു സീൻ എന്താന്ന് വെച്ചാൽ പൃഥ്വിരാജിന് ഒരു പ്രത്യേക ഇഷ്ടം ചില ഇതിനോടുണ്ട്, അല്ലെങ്കിൽ ഇന്നൊരു വിഭാഗത്തോടുണ്ട്, അതുകൊണ്ടാണ് പൃഥ്വിരാജ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെയൊന്നും അല്ല. ഈ ഹിസ്റ്ററിയിൽ പൃഥ്വിരാജിനും മുരളി ഗോപിക്കും എന്ത് പറയണം എന്ന് തോന്നിയോ അത് മാത്രമേ അവർ പറഞ്ഞുള്ളൂ. ശരി തന്നെയാണ്. അതിന്റെ കാരണം അല്ലെങ്കിൽ അതിന്റെ തുടക്ക ഭാഗം പറഞ്ഞില്ലേ, ഇതൊക്കെ ചോദ്യം ചോദിക്കുന്നവരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ തുടക്കത്തിന്റെ കേസൊക്കെ വിടൂ. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു സാധനം തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? ഹിസ്റ്ററിയിലുള്ള കാര്യം ഓഫ് ഓൾ ഈ പറയുന്ന സംഭവം അല്ല, ഹിസ്റ്ററിയിലുള്ള കാര്യങ്ങളാവാം, ഇതെല്ലാം ആവാം. പക്ഷെ ഇവർക്ക് മിണ്ടായിരുന്നുണ്ടായിരുന്നു, ഉണ്ടായിരുന്നെങ്കിൽ അവരെന്നേക്കെന്ന് കേരളം പിടിച്ചേനെ. ഈ സിനിമയുടെ ആദ്യം എഴുതി കാണിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഈ സിനിമയിലെ കഥയും കഥാപാത്രങ്ങളും തമ്മിൽ നിങ്ങൾക്ക് സ്വന്തം ജീവിതവുമായിട്ട് എന്തെങ്കിലും സാമ്യം തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദർശികം മാത്രം. അതല്ല വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എമ്പുരാന് മുമ്പിൽ എഴുതി കാണിക്കുന്നുണ്ട്. അതല്ലാതെ ഇത് ഹിസ്റ്ററിയെ പറ്റിയുള്ളതാണെന്നോ ഒരു സാധനം അതിന്റെ പറയുന്നില്ല. അല്ല, ഇൻഡയറക്റ്റ് ആയിട്ടോ ഡയറക്റ്റ് ആയിട്ടാണെങ്കിലും ഇതൊരു കൊട്ട് തന്നെയാണ്. എല്ലാവർക്കും കിട്ടി, കൊണ്ടു എന്ന് കാണിച്ചു. അതാണ്. പക്ഷെ വേറെ വഴിയൊന്നുമില്ല. മൈക്കിലൊന്ന് തട്ടിയിട്ട് സൗണ്ട് വന്നു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കുന്ന പിണറായി വിജയൻ ഡയറക്റ്റ് കളിയാക്കിയിട്ട് ഒന്നും പറഞ്ഞില്ലല്ലോ. പിണറായി വിജയനെയോ ഡയറക്റ്റ് കളിയാക്കിയിട്ടുണ്ട്. അതല്ലേ പറഞ്ഞേ, മൈക്കിൽ ഒരു കൊട്ട കിട്ടിക്കഴിഞ്ഞാൽ അല്ലെന്നുണ്ടെങ്കിൽ മൈക്കിൽ നിന്നൊരു സൗണ്ട് അവശബ്ദം വന്നു കഴിഞ്ഞാൽ ആൾക്കാരെ ചീത്ത വിളിക്കുന്ന ഒരാളാണ് പിണറായി വിജയൻ. അതിന് നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന ഒരാളാണ്. ആ ആള് ഇതിന്റെ അകത്ത് ഡയറക്റ്റ് ആയിട്ട് പുള്ളിക്കാരനെ നല്ല രീതിയിൽ കളിയാക്കി വിട്ടിട്ടും ആ തിരുവാതിരയുടെ സീനും സാധനവും എല്ലാം കാണിച്ചിട്ടും ഒന്നും പറഞ്ഞില്ലല്ലോ. സിനിമയായി കാണണം എന്നുള്ള ഒരു അടിക്കുറിപ്പ് എഴുതിയിട്ടിട്ട് സിനിമ പോയി കണ്ടിട്ട് ഇറങ്ങി വരികയല്ലേ ചെയ്തത്. അല്ല എടി, അത് ലൂസിഫറിൽ ഫസ്റ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നല്ല രീതിയിൽ കളിയാക്കിയിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിലും എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് അറിയോ, ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇതിൽ ലാലേട്ടൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അതായത് IUF-ന്റെ പ്രഖ്യാപിത നയം എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം പറയുന്നുണ്ട്. അതൊക്കെ കോൺഗ്രസിനെ ലൈക്ക് നല്ല രീതിയിൽ കളിയാക്കിയതാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ BJPയുടെ പ്രശ്നം എന്താണെന്നറിയോ, ഇതിലെല്ലാം മറ്റേ എല്ലാത്തിനും അതിലൊരു സർക്യാസം പോലെയോ അല്ലെങ്കിൽ അങ്ങനെ അല്ല അങ്ങനെ ആവാം എന്നുള്ളൊരു സാധനമാണ്. പക്ഷെ ഇവിടെ അതാണ് ഈ കഥ, അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇവരുടെ എല്ലാവരെയും പ്രശ്നം എന്താണെന്നറിയോ, ഇതിൽ തുടക്കത്തിൽ ഈ കലാപം ഉണ്ടാക്കിയവരെ പറ്റി എന്തുകൊണ്ട് സംസാരിച്ചില്ല, അതിലൊരു മുസ്ലിം ഇൻവോൾവ് ആണല്ലോ, പുള്ളി അറസ്റ്റഡ് ആണല്ലോ, അതിനെക്കുറിച്ച് എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല. അപ്പോൾ പൃഥ്വിരാജിന് പ്രത്യേക ഇതുണ്ടല്ലോ, IS പിന്നെ ബന്ധങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ അങ്ങനെ എന്നൊക്കെ. പക്ഷെ അപ്പോഴും ഇവരാരും ഈ പറഞ്ഞ ബജ്രംഗിയോ അല്ലെങ്കിൽ ആ പറയുന്ന നേതാവോ അവിടെ ഉണ്ടായ സംഭവത്തെ പറ്റിയോ അല്ല ഇവർക്ക് പ്രശ്നം. ഇവർക്ക് എന്തുകൊണ്ട് മറ്റേത് ഡോക്യുമെന്ററി ആക്കി കാണിച്ചില്ല എന്നുള്ളതാണ് പ്രശ്നം. അത് കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചില്ല. പക്ഷെ എന്റെ സംശയം എന്താണെന്നറിയോ, എന്നാ പിന്നെ ഇവർക്ക് എഴുതിക്കൂടെ കഥ? എന്നാ ഇവർക്ക് എഴുതി ഇവര് തന്നെ ഒരു സിനിമ ചെയ്യും. ഇങ്ങനെ ഒരു ബിഗ് ബഡ്ജറ്റ് പടം ചെയ്തിറക്ക്. നിങ്ങൾക്ക് ഇത്ര പൊള്ളുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സാധനം ചെയ്തിറക്കും. BJPക്ക് ഫണ്ട് ഉണ്ടല്ലോ. പക്ഷെ എനിക്കിതിൽ വിഷമം തോന്നിയ ഒരു കേരള സ്റ്റോറീസും ബാക്കിയുള്ളത് പോലെയുള്ള കൂതറ സാധനങ്ങൾ മാത്രം ഇറക്കി വിടാനുള്ള കഴിവേ ഉള്ളൂ. എന്നിട്ട് പിന്നെ ഡയലോഗ് അടിക്കരുത്. ഡയലോഗ് അടിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. അല്ല, അതിൽ പിന്നെ വേറൊരു എന്താണെന്നറിയോ, ഇനി എമ്പുരാൻ ഇല്ല, എമ്പുരാൻ മാത്രമേ ഉള്ളൂ സുരേന്ദ്രന്റെ വകയൊരു ഡയലോഗ് ഉണ്ടായിരുന്നു. എന്ത് ഞാൻ പറഞ്ഞതെന്നറിയോ, അതിക്ക് എന്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈ പടം കണ്ട് ആൾക്കാർക്ക് അതിനകത്ത് ഒരാൾ ചെയ്ത ക്യാരക്ടർ ഏതാണെന്ന് വ്യക്തമായി മനസ്സിലുണ്ടാവും. അപ്പോഴാണ് ഇങ്ങേര് പോയിട്ട് അതിനെ ഒന്നും കൂടെ ഒന്ന് ഊട്ടി ഉറപ്പിച്ച് അത് എന്നെയാണ് കേട്ടോ, എന്നെ അല്ല കേട്ടോ എന്ന് പോലും അല്ല, എന്നെയാണ് കേട്ടോ എന്നുള്ളത് പോലെ പുള്ളി ആക്കി വെച്ചിരുന്നത്. പുള്ളിയൊക്കെ എത്ര സന്തോഷിച്ചാലും ഈ ചരിത്രം വീണ്ടും മലയാളിയും ഇന്ത്യയും ലോകവും ഓർക്കുകയും സംസാരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയമായിട്ട് ഞാൻ കാണുന്നത്. അതിനിപ്പോ ആർക്കും തേച്ചു മാച്ച് കളയാനൊന്നും പറ്റത്തില്ല. അല്ല, തേച്ചു മാച്ച് അത് ഉള്ളതാണ്. ഇനി എത്ര മാറ്റി വെച്ചാലും, ട്രംപ് എവിടെ വന്ന് ഇറങ്ങി നിന്ന് ഗുജറാത്തിനെ എത്ര പൊക്കി പറഞ്ഞാലും, ഇന്ത്യയെ പൊക്കി പറഞ്ഞാലും, ഈ പറയുന്ന സംഭവത്തിൽ ഏതൊക്കെ സംഭവങ്ങളിൽ കുറ്റവിമുക്തനാണെന്നും അതിൽ പങ്കില്ലെന്നും ഒക്കെ വരുത്തി തീർത്താലും സത്യം ഒരിക്കലും ആർക്കും മാറ്റി വെക്കാൻ പറ്റില്ല. അത് ഒരു നാൾ പുറത്ത് വന്നിരിക്കും എന്നുള്ള കാര്യത്തിന് ഒരു സംശയം വേണ്ട. അതിൻ്റെ ഒരു ഇപ്പം തന്നെ ഞാൻ ചോദിക്കട്ടെ, BJPക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന സംഘടനകൾക്കോ ഈ സിനിമയിലെ വിഷ്വൽസ് മാറ്റണ്ട, അവരാരും പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഗട്ട്സ് ഉണ്ടായിരുന്നെങ്കിൽ അവർ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ ഇങ്ങനെ തന്നെ ഓടിക്ക് എന്ന് പറയണമായിരുന്നു. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവർ ഇത് കാണുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിന്നിരുന്നെങ്കിൽ അതിലൊരു അന്തസ്സുണ്ട്. ഇതിപ്പോ അണ്ടർഗ്രൗണ്ടിലൂടെ സംസാരിച്ച് സെറ്റ് ചെയ്ത് ഞങ്ങളൊന്നും ചെയ്യുന്നില്ല, ഞങ്ങളാരും ചെയ്യുന്നില്ല എന്ന് നാഷണൽ ഏജൻസീസ് വീട്ടിലെത്തുവേ. നാഷണൽ ഏജൻസീസ് വീട്ടിലെത്തുന്നത് മാത്രം. അതായത് ഇപ്പൊ അതല്ലേ ഈ സഞ്ജീവ് ഭട്ടിന്റെ കാര്യം പറഞ്ഞത്. സഞ്ജീവ് ഭട്ട് സുപ്രീം കോടതി പോയിട്ട് ഒരു സ്വാൺ സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുത്തത്.
ദാറ്റ് നരേന്ദ്രമോദി ഇങ്ങനൊരു സംഭവം പറഞ്ഞു, നരേന്ദ്രമോദി ഇതിനെ സപ്പോർട്ട് ചെയ്തു. അപ്പോഴത്തേക്ക് അങ്ങേരുടെ പേരിൽ മറ്റേ കസ്റ്റഡി കൊലപാതക കേസ് വന്നിട്ട് ഇപ്പോഴും ജയിലിലാണ് പാവം. ലൈഫ് ഇംപ്രിസൺമെന്റ് ആണ് കിട്ടിയത്. അതാണ്. അപ്പൊ പിന്നെ മോഹൻലാലിനൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒരു IPS കാരനൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അല്ല പുള്ളി ഇപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും വിചാരിക്കുന്ന പുള്ളി പേടിച്ചങ്ങ് സോറി പറഞ്ഞു എന്നാണ്. ഞാനത് മുമ്പും പറയുന്നത്, നിങ്ങൾ ഈ ലാലേട്ടനെയും ആന്റണി പെരുമ്പാവൂരിനെയും ഇവരെല്ലാം അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ലേ. ഇത്രയും വലിയൊരു പടം പുൾ ഓഫ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് വെക്കാൻ കഴിവുള്ളവര് ഒരാഴ്ച ആവുമ്പോഴേക്കും ഇതിനെപ്പറ്റി സംസാരിക്കുമെന്നും അതിലൊരു സോറി പോസ്റ്റ് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ കരഞ്ഞു മെഴുകിയവരെല്ലാം അവിടെ മിണ്ടാതിരിക്കുമെന്നും കൃത്യമായി ബോധ്യമുള്ളവരാണ് ഇവരെല്ലാവരും. അതുകൊണ്ട് തന്നെ അവര് കൃത്യമായി പ്ലാൻ ചെയ്തിട്ടാണ് ഓരോ മൂവും ചെയ്യുന്നത് തന്നെയാണ് എനിക്കും തോന്നുന്നത്. അത്രേ ഉള്ളൂ. അല്ലാതെ ഇതിനകത്ത് വേറെ വലിയ സംഭവങ്ങളൊന്നുമില്ല. പക്ഷേ ഞാൻ നേരത്തെ അതാണ് ഇൻ ബിറ്റ്വീൻ ഞാൻ പറയുന്നതിനിടയിൽ നമുക്ക് കയറിപ്പോയി. എനിക്ക് ഭയങ്കര വിഷമം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ ആക്ച്വലി ഒരു ഇന്റർനാഷണൽ ലെവലിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള മൂവിയാണ്. ഫസ്റ്റ് ഹാഫിന്റെ ലാസ്റ്റിൽ വരുന്നൊരു ഫൈറ്റ് സീനുണ്ട് സെനഗലിലെ ഒരു സീന്, ഞാൻ മൊത്തം പറയുന്നില്ല. ആ സീനിൽ എടുത്തിട്ടുള്ള സാധനമൊക്കെ എങ്ങനെ ആ ഒരു ബ്ലാസ്റ്റും കാര്യങ്ങളും വിഷ്വൽസും എല്ലാം കൊണ്ടുവന്നു എന്നുള്ളത് അതെടാ തിയേറ്ററിൽ ഇരുന്ന് കാണുന്നവനെ അതിൻ്റെ ഫീല് മനസ്സിലാവുള്ളൂ. പിന്നെ ആക്ഷൻ മൂവീസിൻ്റെ ഒരു വലിയ ഫാനാണ് ഞാൻ. എനിക്ക് ഈ പല ലൊക്കേഷൻസിലും ഒരു ഇന്ത്യൻ മൂവിയിൽ കാണിക്കാൻ പറ്റുന്നു, അത് ആ ലെവലിൽ കാണിക്കാൻ പറ്റുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അത് ഇന്ത്യയിലെ ഒരു സ്ഥലത്ത് ഷൂട്ട് ചെയ്തിട്ടാണ് സാധനം ചെയ്തേക്കുന്നത്. സെറ്റ് ഇട്ടേക്കാണെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ലൈക്ക് ഒട്ടും ശരിക്കും പറഞ്ഞാൽ എഴുന്നേറ്റ് നിന്ന് ഒരു സല്യൂട്ട് കൊടുക്കേണ്ട മൂവി തന്നെയാണ്. ആ മൂവിയെ ഇത്രയും ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്ത് ഇത്രയും അതിനെ വലിച്ചു കീറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നാണമില്ലേ എന്നുള്ളതാണ്. അല്ല ഇതിൽ കാര്യമൊന്നുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാരും പറയും എന്താണ് എല്ലാത്തിനെയും അക്സെപ്റ്റ് ചെയ്യും, വി ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം, നമ്മൾ ഒന്നും അല്ല എന്നുള്ളതാണ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ എന്തോരം സിനിമകൾ കേരളത്തിന്റെ ചരിത്രം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തോരം സിനിമകൾ, BJP-യുടെ കേസ് ഞാൻ പറയുന്നില്ല, BJP-ക്ക് ഉണ്ട്, പക്ഷെ അതിനേക്കാളും ഒക്കെ കൂടുതലായിട്ട് കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റിനെയും ഒക്കെ നല്ല എടുത്ത് കീറുന്ന രീതിയിലുള്ള സിനിമകളുണ്ട്. പൃഥ്വിരാജിന്റെ എനിക്ക് തോന്നുന്നു അയ്യപ്പനും കോശിയുടെയും സെറ്റിലിരിക്കുന്ന ഷൂട്ട് നടക്കുന്ന സമയത്തുള്ളൊരു ഇന്റർവ്യൂലുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എനിക്ക് ആറ്റാറ് കണ്ടിട്ട് അങ്ങനെ തോന്നി. ലൂസിഫർ കഴിഞ്ഞിട്ടിരിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു. ചോദിക്കുന്നുണ്ട് കേരളത്തിലെ 2 പൊളിറ്റിക്കൽ പാർട്ടീസിനെ പറ്റി സംസാരിച്ചത് എന്തോ ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണെന്ന് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഹിസ് ആൻസർ ടു ദ ക്വസ്റ്റ്യൻ വാസ് ഇപ്പൊ കേരളത്തിൽ നിലവിൽ 2 പൊളിറ്റിക്കൽ പാർട്ടീസ് ഉള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അന്ന് BJP ഭയങ്കര സ്ട്രോങ് അല്ല കേരളത്തിൽ, അന്ന് BJP ഇല്ല, ഇന്നും ഇല്ല. പക്ഷെ സോഷ്യൽ മീഡിയയിൽ അടുത്ത ഇലക്ഷനിൽ ഒരു MLA എങ്കിലും കൊണ്ടുവന്നേ. അതവിടെ ഇരിക്കട്ടെ, അതവിടെ ഒരു സൈഡിൽ ഇരിക്കട്ടെ. അപ്പൊ പൃഥ്വിരാജ് പറയുന്നൊരു സംഭവമാണ്, ഇന്നുള്ള 2 പൊളിറ്റിക്കൽ പാർട്ടീസിനെ ഞാൻ പോർട്രേ ചെയ്തിട്ടുണ്ട്. ഇനി ഞാനൊരു സിനിമ എടുക്കുന്ന സമയത്ത് 3ാമതൊരു പാർട്ടി കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും ഞാനൊരു സ്റ്റോറി ഉണ്ടാക്കുക എന്നുള്ളത്. അതിനെപ്പറ്റി പൊളിറ്റിക്സ് സംസാരിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും ഒരു പറയില്ലല്ലോ, പറയില്ല നമുക്ക് പ്രതീക്ഷിക്കാം. അതിന് പൃഥ്വിരാജ് സോറി പറഞ്ഞില്ലല്ലോ, മോഹൻലാൽ മാത്രം സാധനം പറഞ്ഞു. സോറി അല്ല, ബേസിക്കലി നിങ്ങൾക്ക് വിഷമമായിട്ടുണ്ടെങ്കിൽ അങ്ങ് ക്ഷമിച്ചേക്കൂ എന്നാണ് പറഞ്ഞത്. അതിന് വേറെ അത് നല്ല ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓക്കെ ആയി. കുറച്ച് ഹാർഡ് ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എനിക്ക് വിഷമമായോ എന്നാൽ അവിടെ ഇരുന്ന് കരഞ്ഞോട്ടോ എന്ന് പറയാം. അല്ല എനിക്ക് വിഷമമായതുകൊണ്ട് വേണമെങ്കിൽ ഞാൻ അതിലെ പേര് അവിടെ ബീപ്പിട്ട് കൊടുക്കാം. എന്ത് ബീപ്പിട്ടാലും ആദ്യത്തെ ദിവസം ഏത് വലിയ കൊമ്പത്തെ പടമാണെന്നുണ്ടെങ്കിൽ അതിന്റെ കോപ്പി ഇറങ്ങുന്ന നാടാണ് കേരളം. ഈ സാധനത്തിന്റെ ഇറങ്ങിയിട്ടില്ലെന്നാ കിട്ടിയിട്ടുണ്ടാവും ആൾക്കാർക്കൊക്കെ, അതിലൊന്നും ഒരു സംശയം എനിക്കില്ല. അപ്പൊ എന്തായാലും ഇനിയിപ്പോ അവർ എവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാലും കാണാനുള്ള ആൾക്കാർ ഇപ്പൊ കാണണമെന്നൊരു ആഗ്രഹം ഉള്ളവനാണെന്നുണ്ടെങ്കിൽ കാണുന്നില്ലെങ്കിൽ പോലും വിഷ്വല് കാണാൻ പറ്റിയില്ലെങ്കിലും ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇത് മറന്നിരുന്ന ഒരു സമൂഹം അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാതിരുന്ന ഒരു യങ് ജനറേഷന്റെ ഇടയിലേക്ക് ഇങ്ങനെയുള്ള ഇൻസിഡൻസ് ഉണ്ടായിരുന്നു എന്ന് എത്തിക്കാൻ ഈ സിനിമയ്ക്ക് പറ്റി. അത് തന്നെയാണ് ഈ സിനിമയുടെ ഒരു വലിയ വിജയം എന്ന് ഞാൻ കരുതുന്നു. കാരണം എനിക്കൊക്കെ ഓർമ്മയുണ്ട് ഇപ്പം ഒരുപാട് ഞാൻ അങ്ങനെ ഭയങ്കര വായിച്ച് ഭയങ്കര ഇതാക്കിക്കൊണ്ടിരുന്ന മനുഷ്യനൊന്നും അല്ല. പക്ഷെ എന്നാലും ഈ ഗുജറാത്തിന് ഒരു സമയത്ത് കൺസിഡർ ചെയ്യപ്പെട്ടിരുന്നത് ഈ കലാപത്തിന്റെ പേരിലാന്നേ അറിഞ്ഞിരുന്നത്. എന്റെ മനസ്സിലൊന്നും അങ്ങനൊരു സാധനം ഇല്ല. പക്ഷെ അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു. ഇതെല്ലാം അതുകൊണ്ട് തന്നെ അബ്രഹാം ഖുറേഷി ഈസ് ലൈക്ക് മാസ് തന്നെയാണ്.
അബ്രാം ഖുറേഷി. സത്യത്തിൽ ഇതില് അബ്രാം ഖുറേഷിയുടെ സ്റ്റോറി അല്ല, ബേസിക്കലി ഇത് സയ്യിദ് മസൂദിന്റെ സ്റ്റോറി, ഒരു റിവെഞ്ച് കം സംഭവങ്ങളൊക്കെയാണ് അടുത്തതിൽ. സെയ്ദ് മസൂദിന്റെ സ്റ്റോറി പ്ലസ് അബ്രാം ഖുറേഷി അബ്രാമിന്റെയും സെയ്ദ് മസൂദിന്റെയും ബ്രദർഹുഡും കൂടിയാണ്. അത് രണ്ടും കാണിച്ചിട്ടുണ്ട്. ഇനി അടുത്തതാണ് അണ്ണന്റെ KGF സ്റ്റൈലാണെന്നാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫീൽ ചെയ്യുന്നത്. പെട്ടെന്ന് മുംബൈയും ദാവൂദും ഒക്കെ കേൾക്കുമ്പോൾ മുംബൈ ദാവൂദ് ആ കറങ്ങി വന്നിട്ടുള്ള നമ്മൾ ആ കഥ പറയാൻ പാടില്ല. അപ്പൊ എന്തായാലും ഞങ്ങളുടെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഇതിൽ വിയോജിപ്പുണ്ടാവാം, യോജിപ്പുണ്ടാവാം, ഇതൊന്നും അല്ലാത്ത വേറൊരു അഭിപ്രായം ഉണ്ടാവാം. അത് നിങ്ങൾക്ക് താഴെ കമന്റിലൂടെ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ എന്തായാലും ആൻഡപ്പൻ ടോക്കീസിൻ്റെ ഈ റാൻഡം ടോക്സ് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം മറക്കരുതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, കാരണം നമ്മൾ ഒരുപാട് ലെങ്ത്തിലൊന്നും പോകണ്ട. ഇതെല്ലാം ഇപ്പം ഇതിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു ഇൻഫോർമേഷൻ കിട്ടിക്കഴിയുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ അതിനെക്കുറിച്ച് കൂടുതൽ എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് നമ്മളാണ്. അതൊരു ചാനൽ പറഞ്ഞു എന്നോ ഒരു വ്യക്തി പറഞ്ഞു എന്നോ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കാണേണ്ട സമയമായി എന്നുള്ളതാണ്. ബിക്കോസ് അവർക്ക് നോണ പറഞ്ഞുകൂടെ, എന്ത് പറഞ്ഞുകൂടെ, അത്രേ ഉള്ളൂ. അപ്പം അത് ശരിയോ തെറ്റോ അതിലെന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കിച്ചെടുക്കേണ്ട ഉത്തരവാദിത്വം നമ്മളിലാണെന്ന് മനസ്സിലാക്കി അതിനെ കുറച്ചും കൂടെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ആൻഡ് അതാണ് എനിക്ക് ഇതിനകത്തും പറയാനായിട്ടുള്ളത്. ഇപ്പം നമ്മൾ പറഞ്ഞത് നമ്മുടെ ഒപ്പീനിയൻ മാത്രമാണ്, നിങ്ങൾക്ക് വേറെ ആയിരിക്കാം അഭിപ്രായം. കമന്റ് ഡൗൺ ഗൈസ്. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഞാൻ പറഞ്ഞ പോലെ ആദ്യത്തെ പാട്ടാണ് ഒന്ന് പോയി കണ്ടിട്ട് വന്നോളൂ ഗൈസ്. ഓൾറെഡി നീ തുടക്കത്തിൽ കുറെ നേരം അതിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത്, ഇനി ചവിട്ടൂടാ ഞാൻ. അപ്പോൾ താങ്ക് യു ഗൈസ്. ചിൽ കുപ്പിച്ചിൽ. ബൈ.